ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി. ഓക്കെ, കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ചക്ക് മുമ്പ്. അതായത് ഗ്രൂപ്പ് ഡിയിൽ ക്വാളിഫിക്കേഷന്റെ ഒരു ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കറിയാം. അതായത് ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യുന്നതിന് വളരെ മുമ്പുണ്ടായ ഒരു കേസാണ്. 2019 ഒരു ഡിസ്പ്യൂട്ടാണ്. അതായത് SSLC ഓർ +2 10 ആണോ, 10ാം ക്ലാസ്സുകാരെയാണോ അതോ അല്ലെങ്കിൽ IT വേണോ എന്നുള്ള ഒരു ഡിസ്പ്യൂട്ടാണ്. ഓക്കെ, എങ്ങനെയാണ് പോസ്റ്റ് വിഭജനം എന്നൊക്കെ ഉള്ള ഒരു ഡിസ്പ്യൂട്ടാണ്. ഡീറ്റെയിൽസ് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനത് സമയം കളയുന്നില്ല. ഓക്കെ, അപ്പൊ ദയവായിട്ട് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അറിഞ്ഞിട്ടില്ലാത്തവർ, വാർത്ത കേട്ടിട്ടില്ലാത്തവർ എത്തിക്കുക. മുമ്പ് വാർത്ത കാണുന്നവരാണെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എനിവേ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഷെയറിംഗ് ചെയ്യുകയും കമന്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ഈ മുകളിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന ആ നമ്പറിലോ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന RRB ടീച്ചർ, KVS, NVS, EMRS, DSSB, അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ്, LPUP ലോങ് ടേം ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ എടുക്കണമെങ്കിലും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ നടക്കുകയാണ്. RRB ടീച്ചറിന്റെ അഡ്മിഷൻ ഈ ഞായറാഴ്ച കൂടെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അഡ്മിഷൻ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജിലൂടെയൊക്കെ മറ്റു ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക. അല്ലെങ്കിൽ അതിന്റെ ഓരോ ലിങ്കുകളും ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ, ടെലഗ്രാം ചാനൽ, അതുപോലെ തന്നെ RRB ടീച്ചർ കോഴ്സിന്റെ ഓൺലൈൻ ലിങ്ക്, അതുപോലെ തന്നെ KVSൻ്റെത്, CTET-ൻ്റെത് ഇതെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം. നമ്മുടെ ഈ ഡൽഹി ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഞാൻ ഈ മുകളിൽ പറഞ്ഞ കേസ്, ജസ്റ്റിസ് ഹരി ശങ്കർ, ഹോണറബിൾ ജസ്റ്റിസ് അജയ് ഡിക്പോൾ, ഇവരെല്ലാം ഇതാണ് കോറോ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കേസ് 28ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരുന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞാണ്. അപ്പം 28ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരുന്ന ആ കേസ് ഇന്ന് വാദം നടന്നു. അതിന്റെ ഫലമായിട്ട് റെയിൽവേക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് അവര് കറക്റ്റ് എന്താണെന്നുള്ള കാര്യം അത് തീർച്ചപ്പെടുത്തിയില്ല. അതെന്താന്നുള്ള കാര്യം തീർച്ചപ്പെടുത്താത്തത് കൊണ്ട് തന്നെ പുതിയൊരു ഡേറ്റിലേക്ക് ഞാൻ ഡീറ്റെയിൽസ് പറയാത്തത്, ഇത് വായിക്കാത്തത് ഇന്നാണ് വെച്ചിരുന്നത്. ആൻഡ് given the importance of the matter, re-notify the hearing and disburse on 28 March 25 കഴിഞ്ഞ കൊടുത്തിരുന്നതാണ്. ഓക്കെ, പക്ഷെ ഇന്ന് ആ 28 മാർച്ചിന് നടന്ന ആ ഒരു മീൻസ് എന്ത് ചെയ്ത് ബലവത്തായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അടുത്ത ഒരു ഹിയറിംഗ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഹിയറിംഗ് എന്ന് പറയുന്നത് മെയ് 26 മെയ് നിർധാരിതയ്ക്ക് ഗയി ഹേ. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെയിൽവേ ഗ്രൂപ്പ് ഡി കേസ് की आज 28 मार्च को हुई सूचनावाई में अगली सूचनावाई तारीख 26 മെയ് നിർധാരിതയ്ക്ക് ഗയി ഹെ. അപ്പം 26ാം തീയതി മെയ് 26-ന് അടുത്ത കേസ് മാറ്റി വെച്ചു. നിങ്ങൾക്ക് ഇതിന്റെ ചരിത്രം അറിയാം അല്ലേ? മെയ് 26-ലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് എന്താണെന്നുള്ളത്. അതായത് മുൻപ് ആദ്യത്തെ ഹിയറിംഗ് എന്ന് പറയുന്നത് 5/3/2025 ആയിരുന്നു. ഓക്കെ, പിന്നെ അതില് 6/3/2025 വന്നു. ഓക്കെ, പിന്നെ അടുത്ത കേസ് ഇന്നേക്ക് 28/3/2025 മാറ്റി. അതായിരുന്നു ഇന്ന്. ഓക്കെ, അതും സക്സസ് ആയില്ല. എന്താണെന്നുള്ളത് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ മുകളിൽ വായിച്ച കാര്യമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നെക്സ്റ്റ് ഹിയറിംഗ് എന്ന് പറയുന്നത് 26ാം തീയതി മെയ് മാസം അല്ലെ? മെയ് മാസം ഓക്കെ, മെയ് മാസം 26. ഓക്കെ, നെക്സ്റ്റ് ഹിയറിംഗ് മെയ് മാസം 26 വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. മാറ്റി വെച്ചിട്ടുണ്ട്. റെയിൽവേ സാവകാശം ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് 26 നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും നിങ്ങൾ RRB ഗ്രൂപ്പ് ഡിക്ക് പഠിക്കുന്നവര് വേറൊന്നും തന്നെ ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാനില്ല. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതാണ്. ആ വീഡിയോ നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഗ്രൂപ്പ് ഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ ഗ്രൂപ്പ് ഡി പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളവര് നന്നായിട്ട് എന്ത് ചെയ്യുക,
അത് പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കുക. എനിവേ എന്തായാലും നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയത്തില്ല, അല്ലെങ്കിൽ എക്സാം ക്യാൻസൽ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകത്തില്ല, ഫീസ് തിരികെ തരുന്ന ഒരു സംവിധാനം ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു സംവിധാനം നടക്കാൻ പോകുന്നില്ല. ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് മെയ് 26-ാം തീയതി വരെ ആക്കാം. നമ്മൾ അതിനെ പറ്റിയുള്ള വിഷയങ്ങളൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളും എന്താണ് എന്നുള്ള കാര്യം റെയിൽവേ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 26-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, എനിവേ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും, ഗ്രൂപ്പ് ഡി പഠിക്കുന്നവർ തന്നെ, അതുപോലെ തന്നെ NTPC വിളിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പൊ അതിനെല്ലാം ധൈര്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോയിക്കോളും. തീർച്ചയായിട്ടും നമുക്ക് എവിടെയെങ്കിലും ഒരു അവസരം കിട്ടും, ജോലി കിട്ടിയിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, എനിവേ അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ, ടീച്ചർ പോസ്റ്റുള്ള KVS, RRB ടീച്ചർ, NVS, അതുപോലെ തന്നെ CTET ഇതിന്, അല്ലെങ്കിൽ HSA നാച്ചുറൽ സയൻസ്, LPP ലോങ് ടേം കോഴ്സുകൾ, HSA ജനറൽ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റിലൂടെ ചോദിക്കുകയും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ലൈക്സും കമന്റ്സും എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അത് രേഖപ്പെടുത്തുക. എല്ലാ കാര്യങ്ങളും, എല്ലാ രീതിയിലുള്ള സെൻട്രൽ ഗവൺമെന്റ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏജൻസിയുടെ കാര്യങ്ങളും, ടീച്ചർ, അതർ പോസ്റ്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അതാ ദിവസങ്ങളിൽ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.